എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 11-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 22-ാം ഗഡു വിതരണ തീയതി സമയവും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അന്ന് വിതരണം ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം വന്ന് 2 ദിവസത്തിനപ്പുറം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണം നടക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് PM കിസാൻ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അസാമിലെ ഗുവാഹത്തിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 22-ാം ഗഡു വിതരണം നടത്തുന്നത്. രാജ്യത്താകെയുള്ള 9.32 കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് 2000 രൂപ ഈ ദിവസം വിതരണം ചെയ്യുന്നത്. DBT വഴി നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യും. അപ്പോൾ മാർച്ച് 13-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 2000 രൂപ പ്രധാനമന്ത്രിയുടെ 2000 രൂപ വിതരണം നടക്കുകയാണ്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. തത്സമയ സംപ്രേഷണം DD ന്യൂസിൽ ഉണ്ടാകും എന്നും PM കിസാൻ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 3 ദിവസങ്ങൾക്കപ്പുറം PM കിസാൻ സമ്മാൻ നിധി തുക എത്തുകയാണ്. KYC പൂർത്തിയാക്കിയിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. നിലവിൽ തുക മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. CIC കേന്ദ്രങ്ങൾ വഴിയോ സ്വന്തമായി PM കിസാൻ പോർട്ടൽ വഴിയോ ഇത് ചെയ്യാം. ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്കിങ് നടത്തിയിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തണം. ലാൻഡ് സീഡിംഗ്, അതായത് നിങ്ങളുടെ ഭൂരേഖ പരിശോധന നടത്തുക. നിങ്ങളുടെ ഭൂരേഖകൾ പോർട്ടലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെയുള്ളവർക്കാണ് PM കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നത്. കഴിഞ്ഞ ഗഡുക്കൾ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇപ്രാവശ്യം മുടങ്ങിയേക്കില്ല എന്നുള്ളതാണ് വിവരം. ഇനി പറയുന്ന രൂപത്തിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം. pmkisan.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ക്യാപ്ച കോഡും നൽകി വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സഹായമായിട്ട് ഈ മാസം 5000 രൂപയാണ് ലഭിക്കുക. ഇതിന്റെ തുടക്കം എന്നോണം കേന്ദ്ര സർക്കാരിന്റെ 2000 രൂപ വിതരണമാണ് 13-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് മുമ്പായിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2000, സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ ഇവ കൂടി ചേർത്ത് സംസ്ഥാന സർക്കാരിന്റെ 3000-ഉം കേന്ദ്ര സർക്കാരിന്റെ 2000-ഉം 5000 രൂപയാണ് വിവിധ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യാനിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് വിവരം. ഏത് തീയതിയിലാണ് വിതരണം ഉണ്ടാകുക എന്നുള്ള അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം 25-ാം തീയതി ബുധനാഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അറിയിപ്പുകൾ ലഭിച്ചാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധി തുക വിതരണ തീയതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് 13-ാം തീയതി വെള്ളിയാഴ്ച അസമിലെ ഗുവാഹത്തിയിൽ വെച്ച് വിതരണം നടക്കും. 6 മണിക്ക് മുമ്പായിട്ട് അക്കൗണ്ടുകളിലേക്ക് തുക എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലാണ് വിതരണം. രാജ്യത്താകെ 9.34 ലക്ഷം കർഷകർക്കാണ് ലഭിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് 30 ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഒരു തുക ലഭിക്കുക. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. വാണിജ്യ ആവശ്യത്തിന് ഹോട്ടലുകൾക്കും മറ്റും പാചകവാതകം വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പാചകവാതകം ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമായിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. കേരളത്തിലും LPG സിലിണ്ടർ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ചു എന്നും പ്രതിസന്ധി മറികടക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി GR അനിൽ അറിയിച്ചു. മുൻഗണനാ ക്രമം അനുസരിച്ച് സിലിണ്ടർ വിതരണം നടത്തും. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയക്കാനും യോഗത്തിൽ തീരുമാനമായി എന്നും മന്ത്രി പറഞ്ഞു. കേരളം കൺസ്യൂമർ സ്റ്റേറ്റ് ആയതിനാൽ വ്യാവസായിക അടിസ്ഥാനത്തിലെ സ്ഥാപനങ്ങളിലെ LPG പ്രതിസന്ധി പരിഗണിക്കണമെന്നും കത്തിലൂടെ ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ ലഭ്യമാക്കും. നിയന്ത്രണങ്ങളുടെ മറവിൽ പൂഴ്ത്തിവെപ്പിനെതിരെ നടപടി സ്വീകരിക്കും. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം പരിശോധന നടത്തുമെന്നും കൃത്രിമം കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി GR അനിൽ കൂട്ടിച്ചേർത്തു. അതിനിടെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ അവശ്യ വസ്തു നിയമം 1995 കൊണ്ടുവന്നിരിക്കുന്നത്. പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയ്ക്കാണ് ഈ നടപടി ബാധകമാകുക. LPG ക്ഷാമം
കേരളത്തിലെ ഗാർഹിക വാണിജ്യ മേഖലകളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. സിലിണ്ടറുകൾക്ക് 25 ദിവസത്തെ ഇടവേളയാണ് ബുക്കിംഗിന് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വീണ്ടും കൂട്ടാൻ സാധ്യതയുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന LPG വിതരണത്തിൽ ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിസന്ധി നേരിടാൻ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം പൂർണ്ണമായും ഗാർഹിക ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ എന്നിവ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ LPG സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. LPG ക്ഷാമം കാരണം വൻ നഗരങ്ങളിൽ റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ്. രാജ്യത്ത് നിരവധി സ്ഥലങ്ങളിൽ തട്ടുകടകൾ ഇതിനകം തന്നെ പൂട്ടിക്കഴിഞ്ഞു. ഇറാൻ, ഇസ്രായേൽ, US യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്ത് ക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. ഇതോടൊപ്പം രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തീരുമാനിച്ചു. വില ഏത് സമയവും ഉയർത്തുമെന്ന് ചൂണ്ടിക്കാണിച്ച് വിതരണക്കാർക്ക് കത്തയച്ചു. ഏത് നിമിഷവും വില വർധനവ് എത്ര രൂപയാണ് എന്ന് കൃത്യമായിട്ട് എപ്പോഴും അറിഞ്ഞിരിക്കണം എന്നും വിതരണക്കാർക്ക് അയച്ച കത്തിൽ ഇന്നലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു. ക്രൂഡ് വില വർദ്ധിച്ചതും രൂപയുടെ മൂല്യം ഇടിഞ്ഞതും വില കൂടാൻ കാരണമായി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെന്നൈ ഡിവിഷനാണ് ഇപ്പോൾ ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഭാരത് പെട്രോളിയവും HP-യും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ LPG ഉപയോഗത്തിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 4 ദിവസം മുമ്പാണ് LPG വില വർദ്ധിച്ചത്. 60 രൂപയാണ് ഗാർഹിക സിലിണ്ടറിന് വർദ്ധിച്ചത്. 115 രൂപ വാണിജ്യ സിലിണ്ടറിനും വർദ്ധിച്ചു. കൂടിയ വില നൽകിയാൽ പോലും സാധനം കിട്ടാത്ത അവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ വില വർദ്ധിക്കും എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വിതരണക്കാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. പെട്രോൾ, ഡീസൽ വിലയും കൂടും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കോവിഡ് വാക്സിനേഷന് ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന നോൺ ഹാർട്ട് നഷ്ടപരിഹാര നയം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത തുടങ്ങിയവർ അടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. നിലവിൽ വാക്സിനേഷന് ശേഷമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്ന സംവിധാനം തുടരുമെന്നും കോടതി വ്യക്തമാക്കി. ഒരു വ്യക്തിക്ക് വാക്സിനേഷന് ശേഷം എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ മരണമോ സംഭവിക്കുകയാണ് എങ്കിൽ ആ സംഭവത്തിന് സർക്കാരിന്റെയോ വാക്സിൻ നിർമ്മിച്ച കമ്പനിയുടെയോ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടോ എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ലാതെ നഷ്ടപരിഹാരം നൽകുന്ന സംവിധാനമാണ് നോൺ ഹാർട്ട് നഷ്ടപരിഹാര നയം. സാധാരണ കോടതി വ്യവഹാരങ്ങളിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ എതിർഭാഗത്തിന് വീഴ്ച സംഭവിച്ചു എന്ന് തെളിയിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിൽ വാക്സിൻ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചാൽ മതി. നഷ്ടപരിഹാരത്തിന് അർഹത ഉണ്ടാകും. നിലവിലുള്ള ശാസ്ത്രീയ നിരീക്ഷണ സംവിധാനം തുടങ്ങുന്നതിൽ പ്രത്യേകമായി കോടതി വിദഗ്ധ സമിതിയുടെ ആവശ്യമില്ലെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് വ്യക്തമാക്കി. ഈ വിധി നിലനിൽക്കെ തന്നെ നിയമപരമായി ലഭ്യമായ മറ്റു വഴികൾ തേടുന്നതിൽ നിന്നും ആരെയും തടയില്ല എന്നും കോടതി വ്യക്തമാക്കി. നഷ്ടപരിഹാര നയം രൂപീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെയോ മറ്റ് അധികാരികളുടെയോ സമ്മതമായി കണക്കാക്കില്ലെന്നും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. 2021 കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്ന് 2 സ്ത്രീകൾ മരണപ്പെട്ടതായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായിട്ടുള്ള വിധി ഉണ്ടായിട്ടുള്ളത്. വാക്സിന് ശേഷം ഇവർക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി ഹർജിയിൽ ആരോപിച്ചിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കൂടി. ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 14,885 രൂപയും പവന് 520 രൂപ വർദ്ധിച്ച് 1,19,080 രൂപയിലും എത്തി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർപട്ടികയിൽ പേര് ചേർക്കാൻ ഇപ്പോൾ അവസരമുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി വരെ പുതിയ അപേക്ഷ നൽകാം. 18 വയസ്സ് പൂർത്തിയാകുന്നവർ ആർക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. voters.eci.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വെബ്സൈറ്റിലെ ന്യൂ വോട്ടേഴ്സ് രജിസ്റ്റർ ലിങ്കിൽ പ്രവേശിച്ച് ഫോം 6 പൂരിപ്പിക്കണം. പ്രവാസികളാണ് എങ്കിൽ ഫോം 6A പൂരിപ്പിക്കേണ്ടതുണ്ട്. അർഹമായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം വിനിയോഗിക്കാൻ പട്ടികയിൽ പേര് ഉറപ്പാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. അപേക്ഷയോടൊപ്പം കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വയസ്സ്, വിലാസം തെളിയിക്കുന്ന രേഖകൾ അപ്ലോഡ് ചെയ്യണം. അടുത്ത ബന്ധുവിന്റെ തിരിച്ചറിയൽ കാർഡ് നമ്പറും മൊബൈൽ നമ്പറും വേണം. BLOമാർ നേരിട്ട് പരിശോധിച്ചാണ് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുക.
പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ